ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് സിനിമ കാണാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളിൽ. അപ്പോൾ ഇവിടെ വരുന്ന തിയേറ്റർ ആശീർവാദാണ്. ആശീർവാദിൽ സ്ക്രീൻ 1ലാണ് ഇന്ന് സിനിമ കാണാൻ വന്നത്. ഇന്ന് സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരും സിനിമയാണ്, ലാലേട്ടൻ്റെ മകൾ അഭിനയിച്ച സിനിമ. അപ്പോൾ അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് കണ്ടത് എക്സ്പോ ആണ്. ഓണം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നിപ്പോൾ കൊട്ടിയം മാളിൽ ആരംഭിച്ച. അപ്പോൾ ഇവിടുത്തെ ഇനാഗുറേഷനാണ് ഇന്ന്. ഇനാഗുറേഷൻ ഇവിടുത്തെ MLA ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഷോ ടൈം 1 മണിക്കാണ്. ഞാൻ ഇവിടെ 11:30 ആയപ്പോൾ എത്തി. അപ്പോൾ സമയം ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് നോക്കി കൊണ്ട് അവിടെ നിന്ന്. ഇതാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ ഞാൻ നേരെ സ്ക്രീനിലോട്ട്, അതായത് ആശീർവാദിലോട്ട് പോവുകയാണ്. ഇവിടെ ആശീർവാദ് വേണ്ടത് 3ാമത്തെ നിലയിലാണ്. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഇവിടെ നിന്ന് നേരെ ചെന്ന് ഇറങ്ങുന്നതാണ് ആശീർവാദ്. അപ്പോൾ നേരെ ഈ കാണുന്നതാണ് ആശീർവാദ്. ആശീർവാദ് സ്ക്രീനിലോട്ട് കയറാനുള്ള ടൈം ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊന്ന് നോക്കാം. അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പേരും ലോഗോയും കൊടുത്തേക്കുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സ്പോ നടക്കണമെന്നുള്ള കാര്യം. അപ്പോൾ ആ എക്സ്പോയ്ക്ക് അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ അത്യാവശ്യം നല്ല വിൻറ്റേജ് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഇവിടെ ഷോർട്ട് ടൈം വരുന്നത് എനിക്ക് 1 മണിക്കാണ്. സ്ക്രീൻ 1 ആണ് ഇവിടെ. ഇവിടെ മൊത്തം 3 സ്ക്രീനുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ ബോക്സ് ഓഫീസ് വരുന്നത്. അപ്പോൾ എനിക്കിനി കയറാനായിട്ട് ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബോക്സ് ഓഫീസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു ബോക്സ് ഓഫീസ്, ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരെ ബാത്റൂമിൻ്റെ സൈഡിലാണ് പോയത്. അവിടെയാണ് സ്ക്രീൻ 2 വരുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് സ്ക്രീൻ 3യും. അപ്പോൾ കയറി വരുന്ന ഇടത് സൈഡിലായിട്ടാണ് നമുക്ക് സ്ക്രീൻ 1 വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ RGB ലേസർ 4K ഡോൾബി അറ്റ്മോസ്റ്റ് ആണ്. കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇവിടെ അതിവിശാലമായ കഫ്റ്റേരിയയാണ് കാണുന്നത്. അതിൻ്റെ വലതുവശത്തായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ 1 വരുന്നത്. അപ്പോൾ നമുക്കുള്ള ഷോർട്ട് ടൈമായി നമുക്ക് അകത്തോട്ട് കയറാം, കയറിയിട്ടുള്ള വിശേഷങ്ങൾ പറയാം. കയറി വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഒരു സ്ക്രീനാണ് കാണുന്നത്. ഫസ്റ്റ് സ്ക്രീൻ അത്യാവശ്യം നല്ല വലിയൊരു സ്ക്രീനാണ് ഇത് തിയേറ്ററുകാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം 3 കാറ്റഗറി സീറ്റിംഗ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ഇതാണ്, ഗോൾഡ്, പ്ലാറ്റിനം, റീക്ലൈനർ എന്നിങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഗോൾഡാണ് വരുന്നത്. ഗോൾഡ് ടിക്കറ്റ് ചാർജ് വന്നിട്ട് 180, പ്ലാറ്റിനം 210, റീക്ലൈനർ 350. 350ൻ്റെ റീക്ലൈനർ സീറ്റാണ് ഈ കാണുന്നത്. ഇതാണ് ഇന്ന് ഞാൻ ബുക്ക് ചെയ്ത നമ്മൾ എടുത്ത സീറ്റ്. ഈ ഒരു തിയേറ്ററിൽ ഡോൾബിയുടെ സ്പീക്കറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ടത്തെ റോയിൽ നിന്ന് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ്. ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫ്രണ്ട് റോയും സ്ക്രീനും തമ്മിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് റോയിലുള്ള, അതായത് ഗോൾഡ് സർക്കിളിലെ സീറ്റ് ഫസ്റ്റ് റോയിലുള്ളത്. ഇതാണ് ഡോൾബി സ്പീക്കർ, അതായത് ഇവിടെ ഡോൾബിയുടെ സ്പീക്കറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഈ തിയേറ്ററിൽ.